ചെറുകിട കർഷകരെയും കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളെ ദേശീയ അന്തർദേശീയ വിപണിയിലേക്ക് ഉയർത്തി സുസ്ഥിര വിലയും വിപണിയും ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമാകുന്നു. കൃഷി വകുപ്പിന്റെ കേര പദ്ധതിക്കാണ് തുടക്കമായത്. പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെറുകിട കർഷകരെയും കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളെ ദേശീയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സുസ്ഥിര വിലയും വിപണിയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് കേര. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയിലെ പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കർഷക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടി കൊല്ലത്ത് നടന്നു. കോർപ്പറേഷൻ മേയർ AK ഹാഫീസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും കാർഷിക രംഗത്ത് മാറ്റങ്ങൾ അല്പവും പൂർണ്ണമായും നിവർത്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രമാണ്. കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത് 1400 വർഷം പഴക്കമുള്ളൊരു നഗരമാണ് കൊല്ലം. അതിന്റെ ഒരു മധ്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു. കശുവണ്ടിയൊക്കെ പിന്നെ വന്നതാ. കശുവണ്ടി മേഖലയെ ബോധിച്ച് ഒരുമുടി ഇരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായും നമുക്ക് കശുവണ്ടി മേഖലയൊക്കെ മാറ്റിവെക്കും. ഇപ്പൊ കശുവണ്ടി മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പഴയകാല നമ്മുടെ പ്രൗഢിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് പല മേഖലകൾ പുതുതായി കണ്ടെത്തേണ്ടതിന് നിലയിൽ പഴയ മലഞ്ചരക്ക് വ്യാപാരത്തിന് കിഴക്കൻ മേഖലകളിലായിരുന്നു കൊല്ലത്തേക്ക് വരികയും കൊല്ലത്ത് അന്ന് നമ്മുടെ കൊല്ലം തോടും അഷ്ടമുടി കായലും അതിനോടൊപ്പം കടലും ഒക്കെ ചേർന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അനീസ MS അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രൊക്യൂർമെന്റ് ഓഫീസർ സുരേഷ് സിത്തമ്പി കേര പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിനെ കുറിച്ച് കേര ESSG നോഡൽ ഓഫീസർ ഡോക്ടർ S യമുന വ്യക്തമാക്കി. രഞ്ജിത് കുമാർ, വിഷ്ണു എന്നിവർ ക്ലാസ് എടുത്തു. ബിനു ബാലകൃഷ്ണൻ, സുരേഷ് MS, ബിജു K മാത്യു, സുനിൽ കുമാർ, ഡോക്ടർ ഷൈൻ കുമാർ, തോമസ് കോശി, വിനോദ് KV സന്തോഷ് ബാബു, രമേശ്, സുനിൽ കുമാർ S, ഡോക്ടർ അനിൽ പിള്ള, S നാസറുദ്ദീൻ, റീന രവീന്ദ്രൻ, ഷാനിദ R എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.